എറണാകുളം ജനറൽ ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ചയെന്ന വാർത്ത. ഗൈനക്കോളജി വാർഡിലെ കോൺക്രീറ്റ് ജനൽപ്പാളി അടർന്നു വീണ അപകടം. 12 മണിക്കൂർ മാത്രം പ്രായമായ കുഞ്ഞ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പ്രതികരണങ്ങളിലേക്ക്. ഞാൻ ശബ്ദം കേട്ട് പുറകോട്ട് നോക്കുമ്പോൾ ഈ സാധനം വീണ് കിടക്കണത് കാണുന്നത്. ഞാനും എൻ്റെ കൊച്ചുണ്ട് വരുന്നത്, കുഞ്ഞുണ്ടായിരുന്നു. ഇപ്പുറം ഇരുന്നേച്ച് ഞങ്ങളെല്ലാം കൂടെ നിന്നാണ് ആ സാധനങ്ങളെല്ലാം എടുത്ത് ആ മാറ്റി അപ്പുറത്തോട്ടാക്കിയത്. ഞങ്ങൾ അവിടെ മാറ്റില്ല, ഇപ്പുറം ഇരുന്നേച്ച് തരണം. അപ്പോൾ പറഞ്ഞ് ചേച്ചിക്കടെ ബെഡിൻ്റെ സാധനങ്ങൾ അവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് മാറ്റി ചെയ്തത്. അപ്പോൾ കുഞ്ഞിനെ നമ്മളിന്ന് അവിടെ ഇരുന്നത് കൊച്ചു കട്ടിലേക്ക് കിടക്കുമായിരുന്നു. അപ്പോൾ കൊച്ചിന് പാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിങ്ങനെ കൊച്ചിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പാൽക്കുപ്പി, അത് എടുത്ത് മാറ്റിക്കൊണ്ടിങ്ങനെ കൊച്ചിനെ മാറ്റിക്കൊണ്ടിങ്ങനെ നീങ്ങുമ്പോൾ താൻ സാധനം വീഴുകയും ചെയ്തു. ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു വ്യത്യാസത്തിലാണ് സാധനം വീണത്. ഞങ്ങളുടെ കൊച്ചു കരയണേന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ കെട്ടിടത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ അടന്ന് വീണേണ് കണ്ട. അപ്പോൾ ആ ചേച്ചി കൊച്ചിനെടുക്കാൻ വേണ്ടി വേഗം എഴുന്നേറ്റ് കൊച്ചിനെടുത്തപ്പോഴാണ് ആ ചേച്ചി കിടന്നിടത്താണ് ഇത് വന്ന് വീണത്. അങ്ങനെ ഉണ്ടായത്. അപ്പോഴത്തേക്ക് ഞങ്ങളെയൊക്കെ മാറ്റി അങ്ങോട്ട്. വൈഎസ് അഭിനന്ദനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 5:30 കൂടിയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടായത്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം എത്തിക്കുന്ന വാർഡിലാണ് ഇത്തരത്തിലെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായത്. കോൺക്രീറ്റ് പാളി തകർന്നു വീഴുകയായിരുന്നു. ഒരു ഭാഗത്തെ കോൺക്രീറ്റ് പാളിയാണ് തകർന്നു വീണത്. 12 മണിക്കൂർ പ്രായമായ കുഞ്ഞ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. അത്രമാത്രം വലിയൊരു അപകടമാണ് ആ സമയത്ത് ഒഴിവായത്. കുട്ടിക്ക് പാൽ കൊടുത്തതിന് ശേഷം കുട്ടി അവിടേക്ക് കിടത്തിയ സമയത്താണ് ഇത്തരത്തിലേക്ക് കോൺക്രീറ്റ് പാളി തകർന്ന് വീഴുന്ന നിലയിലേക്ക് എത്തിയത്. ഉടൻ തന്നെ മുത്തശ്ശി കുഞ്ഞിനെയുമായി അവിടെ നിന്ന് ഓടുകയായിരുന്നു. ആശുപത്രി അധികൃതർ ആ സമയത്ത് തന്നെ എത്തി. ഇവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 27 ആളുകളുണ്ടായിരുന്നു. അതായത് 8 രോഗികൾ, കൂട്ടിരിപ്പുകാർ, ഒപ്പം തന്നെ അമ്മ, കുഞ്ഞ് അടക്കം 27 ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു ചെയ്ത്. ഇപ്പോൾ ദൃശ്യങ്ങൾ എടുക്കാൻ സുരക്ഷാ ജീവനക്കാർ സമ്മതിക്കാത്ത സാഹചര്യമുണ്ട്. ഉടൻ തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് മാധ്യമപ്രവർത്തകരോട് ആക്രോശിച്ചിരിക്കുകയാണ് ഈ സുരക്ഷാ ജീവനക്കാർ. എന്തായാലും കൃത്യമായ സുരക്ഷാ വീഴ്ച എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കും. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പല ഭാഗത്തും ഇത്തരത്തിലേക്ക് കോൺക്രീറ്റ് പാളി വീടാറായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയുന്ന സമയത്താണ് ഇത്തരത്തിലേക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഇപ്പോൾ ഇന്ന് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ദൃശ്യങ്ങളടക്കം നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വലിയ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ ഉണ്ടായതെന്ന്. ആ പ്രതികരണങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെടുന്നത്. കുട്ടി ഇപ്പോഴും, ആ കുട്ടിയുടെ അമ്മ ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഇപ്പോഴും ആ ഭയത്തിൽ നിന്ന് മാറിയിട്ടില്ല. എന്തായാലും അവരെ മറ്റൊരു പ്രസവ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതികരണം ഇതുവരെ ആശുപത്രി അധികൃതർ വ്യക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. സൂപ്രണ്ടിന്റെ അടക്കം പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ വലിയ ഒരു സുരക്ഷാ വീഴ്ച എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത്. ഉന്മേഷ്. വൈഎസ് അഭിനന്ദനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.